ശശി തരൂർ, വി.ഡി. സതീശൻ ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കാരണം ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തായതുമില്ല, ബി.ജെ.പിയിൽ എത്താനും പറ്റിയിട്ടില്ല. സതീശനെ വെള്ളാപ്പള്ളി നന്നായി കുടഞ്ഞിട്ടുണ്ട്. 98 സീറ്റ് നേടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ എന്ന് ചോദിച്ചു. ആ വെല്ലുവിളി സതീശൻ ഏറ്റെടുത്തിരിക്കുന്നു. സതീശനെ സംബന്ധിച്ച് 2 വഴികളാണ് മുന്നിലുള്ളത്. ഒന്നിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം. അപ്പോൾ ഇവരുടെ ഒരു അനിശ്ചിതത്വം, ഒപ്പം UDFൻ്റെ സാധ്യതകൾ ഏത് തരത്തിലായിരിക്കും? കോൺഗ്രസിനകത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ മാറ്റവും, ഒപ്പം തന്നെ പരസ്പരം ഗ്രൂപ്പ് നേതൃത്വത്തെ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ ഒപ്പം ആളുകളെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഗ്രൂപ്പ് മാത്രമല്ല, അവരെ സംബന്ധിച്ച് ഒരു 6, 7, 8 ഗ്രൂപ്പുകളായി അവർ തിരിഞ്ഞു നിന്ന് ഓരോ ആളുകളെയും മുഖ്യമന്ത്രിയാക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു രാഷ്ട്രീയമാണ് നമ്മൾ നിലവിൽ കാണുന്നത്. ഇപ്പോൾ ശ്രീ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു പൊതു രാഷ്ട്രീയം, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പാഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പദ്ധതിക്കനുസരിച്ച് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം അവിടെ പ്രചരിപ്പിക്കുന്നതിനുമുള്ളൊരു ശ്രമം നടത്തിയത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിലൊരു സങ്കുചിത രാഷ്ട്രീയമാണ് അവർ കണ്ടത്. അന്ന് ശ്രീ ശശി തരൂരിനെതിരായിട്ടുള്ള വലിയ ആരോപണങ്ങളും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിലുണ്ട്. ശ്രീ കെ മുരളീധരനെ പോലെ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾ ശക്തമായി ശശി തരൂരിനെതിരെ രംഗത്ത് വന്ന ആളുകളാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ പുറത്തു വരുന്ന വാർത്തകളും പുറത്തു വരുന്ന അവരുടെ അഭിപ്രായങ്ങളും സൂചിപ്പിക്കുന്നത് അവർ ഒരു വിഭാഗത്തെയും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് സാധാരണ നിലക്ക് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് നിലവിലെ ഒരു പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക. അതാണല്ലോ ശ്രീ വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണല്ലോ. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ കേരളത്തിൽ കോൺഗ്രസിനകത്ത് 7, 8 ആളുകൾ നിലവിൽ റെഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണെങ്കിലും, ശ്രീ ശശി തരൂരിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇനി മറ്റ് ശ്രീ കെ.സി. വേണുഗോപാലിൻ്റെ അഭിപ്രായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർ മുന്നോട്ട് വെക്കുന്നത് ഈ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ രാഷ്ട്രീയത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിൽ അവർ നടത്തുന്ന ഒരു തെറ്റായ പ്രചരണമുണ്ട്. അതായത് എപ്പോഴും അവരുടെ ഒരു രാഷ്ട്രീയ പ്രചരണം എന്ന് പറയുന്നത് ഒരു BJP വിരുദ്ധതയാണ്. BJP വിരുദ്ധതയ്ക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ കഴിയുമോ എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആലോചിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ശ്രീ ശശി തരൂരിനെ ഒരു BJP വൽക്കരണം നടത്തുക എന്നുള്ളത് അവരുടെ, അല്ലെങ്കിൽ BJPക്കാരനാണെന്ന് പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. BJP ഒരിക്കലും ശ്രീ ശശി തരൂർ BJPയുടെ ഭാഗമാണെന്നോ അദ്ദേഹം BJPയിലേക്ക് വരാൻ പോവുകയാണെന്നോ ഒന്നും ഞങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. BJP ഒരു അഭിപ്രായമോ അതേ കാര്യത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഹാൻഡിലുകളാണ് ഈ പ്രചരണം നടത്തുന്നത്. ശശി തരൂരിനെ എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതിൻ്റെ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതൊക്കെ ഒരു അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതാണ് ശ്രീ വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനകത്തുള്ള മുഖ്യമന്ത്രിമാരുണ്ടാകണമെങ്കിൽ കേരളം തന്നെ എത്രയോ സംസ്ഥാനമായി അവർ മാറ്റേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ എത്രയോ ഗവൺമെൻറ്റുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അതാണ് അവരുടെ രാഷ്ട്രീയ അജണ്ട. ആ രാഷ്ട്രീയ അജണ്ട കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിലപ്പോവില്ല എന്നതാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയം വലിയ തരത്തിൽ മാറിയിരിക്കുന്നു. അത് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഒപ്പം എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഏതൊരാൾക്കും അപ്രാപ്യമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഏതൊരു മുന്നണിയും അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല വികസനം എന്നുള്ള ഒരു അജണ്ടയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ വികസനത്തിൻ്റെ ഇൻഡെക്സ് സൂചിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 1.97 മുതൽ 2.5 ഇടയിൽ വരെ വിലക്കയറ്റം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കടം
കേരളത്തിലെ ഇൻഫ്ലേഷൻ, കേരളത്തിലെ പൊതു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് 6.7 അതിൻ്റെ നെഗറ്റിവിറ്റി കാണിച്ചിരിക്കാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം വാങ്ങുന്നതിനുള്ള കപ്പാസിറ്റി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന വിഷയമാണെങ്കിലും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന വിഷയമാണെങ്കിലും അത് LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും വികസനം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ അവർ നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വികസനത്തെ ജനം വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ആ വിലയിരുത്തൽ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിയുന്നവരാണ് രണ്ട് മുന്നണികളും. അതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരുന്ന ചില സമവാക്യങ്ങൾ, ആ സമവാക്യങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും UDFനെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഭൂരിപക്ഷ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ കേരളത്തിലില്ല എന്ന് സൂചിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിക്കുള്ള അടിയാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ LDFിലും ഈ പറഞ്ഞതുപോലെ പിണറായിക്ക് മുകളിൽ ആരെയും വളരാൻ അദ്ദേഹം അനുവദിക്കുകയില്ല. അപ്പോൾ മറ്റുള്ളവർ അതൃപ്തരാണ്, പക്ഷേ കോൺഗ്രസിലെ പോലെ വിളിച്ചു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ സാധ്യതകൾ ഏത് തരത്തിലായിരിക്കും? ഈ മൂപ്പിളമ തർക്കം വലിയ തരത്തിൽ നിലനിൽക്കുന്ന ഒരു മേഖലയായി രണ്ട് മുന്നണികളും മാറിയിരിക്കുകയാണ്. ഇതിൽ ആര് നയിക്കണം, ആര് നേതൃത്വം കൊടുക്കണം, ആരാണ് ഈ മുന്നണിയെ നയിക്കേണ്ടത് എന്ന് പരസ്പരം തർക്കിക്കുകയും പ്രശ്നങ്ങൾ പുറത്തു പറയുകയുമൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം രണ്ട് മുന്നണിയിലുമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ അകത്തു നിന്നുണ്ടായിരുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് ശ്രീ അൻവർ അടക്കമുള്ള ആളുകൾ പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ പിന്നീട് ശ്രീ അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസിനകത്തു നിന്നുള്ളത് പോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അകത്തു നിന്നും വലിയ തരത്തിൽ അവിടെ അവർക്കെതിരായിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അമ്പെയ്ത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണെങ്കിലും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഉള്ള നിരവധി വകുപ്പുകളുടെ ഭരണപരാജയത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത്. ഇപ്പോൾ CPI പല വിഷയങ്ങളിലും അഭിപ്രായം തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. ഈ വകുപ്പുകളുടെ കൈകാര്യസ്ഥതയെ സംബന്ധിച്ച്, മന്ത്രിമാരുടെ കഴിവില്ലായ്മയെ സംബന്ധിച്ച്. ഇപ്പോൾ CPMൻ്റെ പല യോഗങ്ങൾക്കും ശേഷം നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുന്നത്, CPIയുടെ അടക്കമുള്ള ജില്ലാ സമ്മേളനം അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നത് മന്ത്രിമാരുടെ അശേഷിയാണ്. വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ കാണിക്കുന്ന അലംഭാവവും അത് ഭരണ സ്തംഭനമുണ്ടാക്കുന്നതും ഭരണ സംവിധാനത്തെ പിന്നോട്ടടിക്കുന്നതുമായിട്ടുള്ള സാഹചര്യം, പ്രത്യേകിച്ച് വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പൊതുവെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇടതുമുന്നണിയും മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു തങ്ങളുടെ ഭരണം കൊണ്ട് കേരളത്തിന് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത്. BJP കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു വികസന രാഷ്ട്രീയമുണ്ട്. അത് രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ വികസനം എത്തണം. പ്രത്യേകിച്ച് ഹൈവേകളുടെ കാര്യത്തിൽ, റോഡുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ കൂടുതൽ ഗുണപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, ലഭ്യമാക്കാൻ കഴിയുന്ന, പ്രാപ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ബെനിഫിറ്റുകൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കിസാൻ പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും കർഷകർക്ക് പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ പദ്ധതികൾ നേരിട്ട് കൊണ്ടുവന്നത്. അപ്പം നേരിട്ടുള്ള ഒരു വികസനത്തിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് മാറ്റുന്നത് സ്വാഭാവികമായും കേരളത്തിൽ ഈ രണ്ട് മുന്നണികളുടെയും തെറ്റായ വികസന വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രചരണത്തിൽ BJPക്ക് ഗുണകരമാകും എന്നുള്ളതാണ് BJP വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.